അതുവരെ എനിക്കറിയാമായിരുന്ന കത്രീനയല്ല അന്ന് ഞാൻ കണ്ടത്. ഒരു മാലാഖയുടെ ചേലും ചന്തവുമുള്ള സുന്ദരിയായ കത്രീന. നക്ഷത്രങ്ങൾ തിളങ്ങിയ അവളുടെ കണ്ണുകൾ, നിലാവ് പോലെ അവളുടെ പുഞ്ചിരി. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇവളാണെൻ്റെ പെണ്ണെന്ന്. ഒരു കാലത്ത് എൻ്റെ അപ്പൻ്റെ ഉറക്കമില്ലാതാക്കിയ അതേ പള്ളി പെരുന്നാൾ വർഷങ്ങൾക്കിപ്പുറം എൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തി. അപ്പാ, എന്നാടാ? അപ്പൻ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താടാ? അമ്മച്ചിയോടുള്ള ഇഷ്ടം അപ്പൻ എങ്ങനെ അറിയിച്ചത്? നീ ആ കഥ ഇതുവരെ വിട്ടില്ലേ? എനിക്കെങ്ങനെ വിടാനൊക്കോ? എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെ കഥയല്ലേ അത്? റബേക്ക എന്നും കാണാൻ വേണ്ടി ഞാൻ അവളുടെ അപ്പൻ്റെ ചായക്കടയിലെ പണിക്കാരനായി. അതിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു അവളും കുടുംബവും താമസം. എല്ലും മുറിയെ പണിയുണ്ടായിരുന്നെങ്കിലും കണ്ണു നിറയെ അവളെ കാണാൻ പറ്റില്ലെന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന അവൾക്ക് വന്നത്. പെണ്ണ് കാണലും കല്യാണം ഉറപ്പിക്കലും ഇല്ല, ചടയെന്നും കഴിഞ്ഞു. കാശിന് ഗതിയില്ലാത്ത ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചു. ഒരു പാതിരാത്രിക്ക് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം എൻ്റെ പിറകെ വന്ന് റബേക്ക ചോദിക്കുക, എന്നെ കൂടെ കൂട്ടാവോ പൗലച്ചായാന്ന്. അമ്മച്ചിക്ക് അപ്പനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നല്ലേ? ഞാൻ അവളെ പ്രേമിക്കും മുമ്പ് തന്നെ അവളെന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നില്ല മക്കളെ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അതെങ്ങനെയും ഏത് വഴിക്കെങ്കിലും അവരെ അറിയിച്ചിരിക്കണം. ഇല്ലേല് പറയാൻ പറ്റാതെ പോയ ഇഷ്ടത്തിൻ്റെ പിടച്ചിൽ മരണം വരെ നമ്മുടെ നെഞ്ചിലുണ്ടാവും. ഒരു ഞാവൽപ്പഴം തരൂ. അതെ, കാലിലെ മുറിവ് ഉണങ്ങിയായിരുന്നു കേട്ടോ. അല്ല, അന്ന് ടാക്കീസ് വെച്ച് ചോദിച്ചില്ലായിരുന്നോ മുറിവ് ഭേദായോന്ന്? ഓണപരീക്ഷയുടെ ജോബത്തിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉത്തരവുന്നാളെ ഞാൻ ആദ്യമായിട്ട് കാണും. മേരി, എന്താ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? ടീച്ചർ നോക്കുന്നു. ജോസെ, എന്നാ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? മലബാർ കലാപം ഒന്ന് കാണിച്ചു തരുമോ? റഷ്യൻ വിപ്ലവം, ഉപ്പ് സത്യാഗ്രഹ, ജാലിയൻവാല ബാഗ്. ഡൊമിനിക്കിനോട് ചോദിക്കി. ഡൊമിനിക്ക്,
മലബാർ കലാപം ഒന്ന് കാണിച്ചു തരൂ. ആ മലബാർ കലാപത്തിന് പകരം ഞാൻ അവൾക്ക് കൊടുത്തത് പ്രണയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ കലാപങ്ങളായിരുന്നു. പത്താം തരത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനും മേരിയും ജയിച്ചു, കത്രീന തോറ്റു. ജോസ് ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ തിരുത്തപ്പെടാത്ത റെക്കോർഡ് തോൽവി സ്വന്തമാക്കി. ആ റെക്കോർഡിൻ്റെ തിളക്കവുമായി ജോസ് ഗൾഫ് ലക്ഷ്യമാക്കി ബോംബെക്ക് നാടുവിട്ടു. അധികം വൈകാതെ മേരിയെ പോസ്റ്റ്മാൻ ജോർജ് കുട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു. ഞാൻ കോളേജിൽ ചേരാനുള്ള അപേക്ഷയും കൊടുത്ത് ടൈപ്പ് റൈറ്റിങ്ങിനും ഷോർട്ട് ഹാൻഡിനും ചേർന്നു. കത്രീന അടുത്ത കൊല്ലത്തെ പരീക്ഷയ്ക്കായി കാത്തിരുന്നു. എന്താ മാത്തച്ച ഇതുവരെ തീർന്നില്ലേ? ഓ തീർന്നു കൊച്ചേ. മുതലാളിയില്ലേ? ഇല്ല, അപ്പം കൊച്ചു വരെ പോയേക്കുവാ. മോളെ മതി കളിച്ചത്. കളിക്കല്ലേ മോളെ? കേറി വാ. ഇന്നലത്തെ കളക്ഷനാ. അപ്പനെ മഴ ആയതുകൊണ്ട് കൊണ്ടുതരാൻ പറ്റില്ല. വാ മോളെ അകത്തേക്ക്. ഞാൻ എത്ര നേരം പറയുന്നേ. സാരമില്ല, ഓൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. എന്നാത്ര എന്നെ കാണണമെന്ന് പറഞ്ഞേച്ചേ? ഡൊമിനിക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? ആ കാര്യം പറ. ഡൊമിനിക്ക് ഒന്ന് വിറ്റ് തരാവോ? സ്വർണ്ണമല്ലയോ ഇത്? അമ്മച്ചിയുടെ ആകെയുള്ളൊരു സമ്പാദ്യമായിരുന്നു. ഇപ്പൊ അപ്പച്ചനെ വെല്ലൂര് കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഡൊമിനിക്ക് ഇതാ തട്ടാങ്കൃഷ്ണന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് വിറ്റ് തരണം. പുള്ളിക്കാരനും ഞങ്ങളും തമ്മിലൊരു അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പിണക്കത്തിലാണ്. അല്ലെങ്കിൽ അമ്മച്ചി നേരിട്ട് പോയനെ. ഡൊമിനിക്കിന് ബുദ്ധിമുട്ടാണേ വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. താ താ. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരുത്തനാ പൗലോ. പക്ഷേ മകനിങ്ങനെ ഒരു എന്നതാ ഞാനിപ്പോ പറയണ്ടേ? നാരായണപിള്ളേ, ഇവൻ കട്ടൂന്ന് ഏറ്റ സ്ഥിതിക്ക് കേസും ബുക്കാറും ഒന്നും വേണ്ട. ഒന്നുമല്ലേലും ഞാൻ ആ പൗലോയുടെ മുഖം ഓർക്കണമല്ലോ. വിട്ടേക്ക്. ശരി സാറേ, പാടോ. അപ്പ ഞാൻ കട്ടിട്ടില്ലപ്പ. ഞാനങ്ങനെ സമ്മതിക്കണായിരുന്നു. ഞാനങ്ങനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അപ്പ എന്നോട് ഓർക്കണം. അപ്പ അപ്പ